അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് പിടിച്ച് കുറച്ച് ഷോക്ക് കാണിച്ച് ഇൻട്രൊഡക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റുമോ? ഓക്കെ, ബൈ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നതാണ്. മൾട്ടിവുഡിൽ ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അതിന് ഇതാണ് ഒരു 3D ഡിസൈനിൽ, അതായത് ഇതൊരു പീസ്, ഈ ബാക്കിൽ കാണുന്ന ഒരു പീസ് 7 പീസസ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലെത്തിയിരിക്കുന്നത്. നല്ല കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആദ്യം അത് ഒട്ടിക്കണം, അത് കഴിഞ്ഞ് അതിൽ പെയിൻ്റ് അടിക്കണം, ഈ ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം. ബ്ലാക്ക് അല്ലെങ്കിൽ പല കളർ അവൈലബിൾ ആണ്, അതായത് വൈറ്റ് അവൈലബിൾ ആണ്, പിന്നെ എന്തെങ്കിലും മൾട്ടിവുഡാണ്, എന്തും അടിക്കാം, എന്ത് സ്പ്രേ പെയിൻ്റ് അടിക്കാം. അപ്പോൾ എന്ത് കളർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റീരിയറിനനുസരിച്ച് എന്ത് കളറിലും നമുക്ക് ഈ പെയിൻറ്റ് മാറ്റാൻ പറ്റും. പിന്നെ ഡബിൾ കളറായിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പീസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 7 പീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പീസ് വേണമെങ്കിൽ വേറെ കളറാക്കാം, ഈ ഒരു പീസ് വേണമെങ്കിൽ വേറെ കളറാക്കാം. നല്ല അതൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് എന്ത് ഡിസൈനാണെന്ന് വെച്ചാലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ്. അപ്പോൾ അണച്ചു ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ തരാമെന്ന് വിചാരിച്ച് ഒരു അസ്മാഉൽ ഹുസ്ന വലുതെടുത്ത് പൊക്കി ഇങ്ങനെ വന്നപ്പോഴത്തേനും ഫുള്ള് തളർന്ന്. അപ്പോൾ ഈ ഒരു അസ്മാഉൽ ഹുസ്ന നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് ഒരു 2-3 മാസമായിട്ടുള്ളൂ. അതായത് ഒരു റമദാൻ തുടങ്ങുന്നതിനൊരു മുന്നേ തൊട്ടാണ് ഞാൻ ഈ അസ്മാഉൽ ഹുസ്നയുടെ ഡിസൈൻ ചെയ്ത് തുടങ്ങി. പക്ഷേ ഇതല്ലായിരുന്നു ഡിസൈൻ. ഞാനത് കാണിച്ചു തരാം. പക്ഷേ അതെനിക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് ഇതാണ് ഗൈസ്. ഇതിവിടെ വെക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ താങ്ങി വെച്ച് നോക്കാം. അയ്യോ, തടാ, ഈ അസ്മാഉൽ ഹുസ്ന ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കാണിച്ചു. അപ്പോൾ നമുക്കിത് പല സൈസിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു സൈസിലാണ് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 60 ഇഞ്ച് വീതി 30 ഇഞ്ച് ഹൈറ്റിലുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ ഇത് നമ്മൾ പുതിയതായിട്ട് ചെയ്ത സൈസാണ്. ബാക്കിലിരിക്കണ വീഴാതിരുന്നാൽ മതി. ഇത് കൂടുതലും സെല്ലായി പോയിരിക്കുന്നത് കേരളത്തിന് പുറത്താണ് കേട്ടോ. കേരളത്തിന് ഇതിന് വലിയ ഫാൻസ് ഇപ്പോൾ കുറവാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ വന്നപ്പോൾ നല്ല രസമില്ലേ? അപ്പോൾ ഈ അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ ആദ്യമായിട്ട് മേക്ക് ചെയ്തത്, ആദ്യം ഡിസൈൻ ചെയ്തത്. അത് അത്യാവശ്യം പീസസ് നമ്മളിത് സെല്ല് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കുള്ള എൻ്റെ വീഡിയോസൊക്കെ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. ഇതും കൊണ്ട് പൊക്കി കൊണ്ടുവന്ന ആ വീഡിയോ ഒക്കെ 1 മില്യൺ വീഡിയോസൊക്കെയാണ് അടിച്ചേക്കുന്നത്. എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട് ഈ സാധനമൊക്കെ വീട്ടിൽ വെക്കാനായിട്ട്. നമ്മൾ ഗീവ് അവേ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ ആരും പങ്കെടുത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടും കിട്ടിയില്ല, അതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. എന്തായാലും ഗീവ് അവേ പോയി പങ്കെടുക്കുക എല്ലാവരും. ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഗീവ് അവേയുടെയൊക്കെ. ഈ ഒരു ഐറ്റത്തിൻ്റെ ഈ ഒരു 2 പീസായിട്ട് ഗീവ് അവേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി പങ്കെടുക്കുക. എല്ലാവരും നമ്മുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ട്. നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടാൻ ഭയങ്കര പണിയാണ്. ഫോളോവേഴ്സിനെ മേക്ക് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനത്തെ പണി വേറെ ഇല്ല. അതായത് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ്. അതായത് ഇപ്പോൾ ഇതെല്ലാം മുസ്ലിംസിൻ്റെ വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അധികം ആരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യൂല, നമ്മളെ ഫോളോ ചെയ്യൂല. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് വേണം. എന്നാലേ എനിക്ക് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ഐറ്റംസ് പരിചയപ്പെടുത്താനും എല്ലാത്തിനും ഒരു ഇതുണ്ടാവണ്ടേ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓർഡർ ചെയ്യാനായിട്ട് വാട്സാപ്പിൽ വരാം. എല്ലാം വാട്സാപ്പിലാണ്. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഹായ് അയക്കുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് മോഡൽസ് നമ്മളിങ്ങനെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ഐറ്റംസ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് ഇന്ന ഐറ്റം എന്നാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ളത് മെസ്സേജ് ചെയ്യുക. ചില ഐറ്റംസ് നമുക്ക് ഓർഡർ റെഡി സ്റ്റോക്ക് ഉണ്ടാവും, ചില ഐറ്റംസ് പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ടൈപ്പ് ഓഫ് അക്രിലിക്കിൻ്റെ ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ, ക്ലോക്ക് ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഐറ്റംസ് കുറച്ച് ടൈം എടുക്കും. അതായത് ഈ അസ്മാഉൽ ഹുസ്നയൊക്കെ നല്ല ടൈം എടുക്കും. അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് പേസ്റ്റ് ചെയ്യണം, അതിന് പെയിൻ്റ് അടിക്കണം, പെയിൻ്റ് അടിച്ച് അത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. ഉണങ്ങാണ്ട് നമ്മളെങ്ങനെ പാക്ക് കാര്യങ്ങൾ ഉണങ്ങാണ്ട് ഈ സാധനം ഒട്ടിച്ച് പെട്ടെന്ന് പാക്ക് ചെയ്ത് ധൃതിക്ക് പാക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഫുൾ ഡാമേജ് ആവും. ഡാമേജ് മാത്രമല്ല, ഡാമേജ് എന്ന് വെച്ചാൽ
എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ആ പെയിൻ്റൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്ന് അങ്ങനെ കുറച്ച് പണിയാവും. അപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ടാണ് ഞാൻ ഏകദേശം ഒരു കണക്കൂട്ടിലെന്ന് വെച്ചാൽ കട്ട് ചെയ്യാനൊരു 2 ദിവസം, അത് കഴിഞ്ഞ് അത് പെയിൻ്റ് അടിക്കാനായിട്ട് ഫുള്ള് പെയിൻറ്റ് 2 കോട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. ആദ്യം ഒരു കോട്ടടിച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് അപ്പോഴേക്കും വേറൊരു കോട്ടടിക്കും. അപ്പോൾ അത് ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു 5 ദിവസം 6 ദിവസം എടുക്കും. പിന്നെ അത്രയും ദിവസം വെച്ച് കഴിഞ്ഞ് അത്ര ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നത്. ഒറ്റ ആളിരുന്നിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒറ്റയിരിപ്പിനിരുന്ന് ഒട്ടിക്കാൻ പറ്റില്ല. ഒരു ഏകദേശം അത് 2 ദിവസം കണക്ക് കൂട്ടാം. അപ്പോൾ അത്രയും ഡേയ്സ് എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് കാര്യങ്ങൾ ഇതിന് വരും. എങ്ങനെയാണിത് മേക്ക് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും പണിയുണ്ട് ഇത് മേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ പ്രൊഡക്ട്സ് ഒന്ന് വാങ്ങി നോക്കാം. കുറേ പേര് നെഗറ്റീവ് കമൻറ്റ്സ്, കുറേ നല്ല നെഗറ്റീവ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ തളരില്ല. എനിക്ക് കുറേ അതിനൊപ്പം തന്നെ ആ നെഗറ്റീവ്സോളം തന്നെ എനിക്ക് അത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ട്രിപ്പിൾ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ചില കമൻറ്റ്സൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ കമൻറ്റിൽ കാണാം ഫുള്ള് ഞാൻ ഈ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കില്ല എന്നൊക്കെ പറയുന്ന വീഡിയോസിലേക്ക് ഫുള്ള് അഹങ്കാരി, എനിക്ക് ഭയങ്കര അഹങ്കാരം, അങ്ങനെ ഞാൻ കുറേ കണ്ടിരുന്നു. പക്ഷേ അതൊന്നുമില്ല, ഞാൻ തളരില്ല. നെഗറ്റീവ് പറയുന്നവരോടത്ത് എനിക്ക് പറയാനുള്ള നെഗറ്റീവ് പറഞ്ഞോളൂ. നെഗറ്റീവുകാരും നെഗറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക, പോസിറ്റീവുകാർ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫുൾ കൺഫ്യൂഷനായില്ല. അപ്പോൾ ഈ ഒരു അസ്മാലുസ്നെയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ വേറെ സൈസും ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ വേണമെങ്കിൽ സൈഡിൽ ആഡ് ചെയ്യാം. ഒരു 32 ഇഞ്ച് വീതി 37 ഇഞ്ച് ഹൈറ്റിൽ ചെയ്ത ഒരു അസ്മാലുസ് ഞാൻ അങ്ങനത്തെ ചെയ്തായിരുന്നു. ഈ സെയിം ഒരു വൈബ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറൊക്കെ നമ്മൾ സെല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ അധികം പ്രോഡക്ട്സും എല്ലാ പ്രോഡക്ട്സിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ശുഭദിനം. അസ്സലാമു അലൈക്കും.